കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ പോവുക. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെർമിനൽ 1-ലാണ്, ഡൊമസ്റ്റിക് ടെർമിനൽ 1-ലാണ് ഇപ്പോൾ പോകേണ്ടത്. എനിക്ക് ടെർമിനൽ 3. ആദ്യം എപ്പാൻ അവിടെ കൊണ്ടാക്കണം, അതുകൊണ്ട് വേണം എനിക്ക് അവിടേക്ക് പോകാൻ. അതിൻ്റെ അടിയിൽ ചെറിയ ഇവിടെ നിന്ന് നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നടക്കുകയാണ്. അവിടെ ഇന്ന് രണ്ടാളും 2 വഴിക്ക് പോകും. ഇപ്പോൾ നാട്ടിലേക്ക് ഗോവ വഴി കണ്ണൂരിലേക്കും ഞാൻ അബുദാബിയിലേക്കും പോകും. ഇത് എയറോ സിറ്റിയാണ്, ന്യൂഡൽഹി എയറോ സിറ്റി. ഇവിടെ ഇതെല്ലാ ഹോട്ടലുകളും ഉണ്ട്. നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലുള്ള ഈ ഏരിയ ഉള്ളൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു കാഴ്ച കിട്ടുന്നത്. അത്യാവശ്യം വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളൊരു ഏരിയ. ഇത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഡൽഹിയിൽ. ഇപ്പം അങ്ങോട്ട് പോയി ഇത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അവിടെയൊക്കെ റോഡൊക്കെ എല്ലാം ക്ലിയറാണ്, നല്ല ഉഷാറാണ്. അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ലുക്കുണ്ട്. ഇവിടെ പോകും ഇത്തരം പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ല ഏരിയ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് എയർപോർട്ടിൻ്റെ അടുത്ത് ഏതാണ്ടാന്ന് അറിയില്ല. കുറച്ച് ഉഷാറാണ് ഈ ഏരിയകളൊക്കെ. അവിടെ എളുപ്പമായിട്ടുള്ളത് തന്നെയാണല്ലോ ഇവിടെ കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. നടന്നുകൂടെ ഇപ്പോൾ ആ ഫ്രണ്ടിക്ക് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ ഡൽഹിയിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഞങ്ങൾ നേരിട്ടിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഉൾവശം ഇങ്ങനെയാണുള്ളത്. ഒരുപാട് ഇരിക്കുന്നുണ്ട്. ദോശ രണ്ടും അതുകൊണ്ട് സാധനങ്ങളൊക്കെ എത്തിയിട്ടില്ല. ബിരിയാണി ഉണ്ട്, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട പൂരിണ്ട്. അപ്പോൾ ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായക്കട കണ്ടെത്തിയിട്ടുണ്ട്. ഇതോ കറക്റ്റ് ചെയ്യോ ബൈറ്റായിട്ട് ഒരു ഔൺസ് ഗ്ലാസ്സിലൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കിത് അയാളത് ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ടേബിളിൻ്റെ അടുത്തേക്ക് പോവാണ്. ഏതായാലും മൺകോപ്പിയിൽ ചായ പ്രിപ്പയർ ചെയ്ത് തരുന്നത് നടാടെയാണ്. ഈ ഗ്ലാസ് അവർക്ക് കൊടുക്കും. അത് ഡിസ്പോസിബിൾ ആണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പല സൈസ് ഷോപ്പുകളുണ്ട്. മെട്രോയിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ. മെട്രോ സ്റ്റേഷനിലേക്ക് എയർപോർട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞേക്കാണ്.